മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരിസ് അമീർ അലി, തായ്ലൻഡിലെ പേച്ചാപുരിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നത്തെ കാഴ്ചകളെന്ന് വെച്ചാൽ സൂര്യരശ്മി കൊണ്ട്, അതായത് സോളാർ എനർജി കൊണ്ട് മാത്രം ചുടുന്ന ചിക്കൻ, അതായത് സൂര്യരശ്മി കൊണ്ട് ചുടുന്ന ചിക്കൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ചിക്കൻ്റെ കാഴ്ചകൾ കാണാൻ മാത്രമല്ല, അത് കഴിക്കാനും അതിൻ്റെ അനുഭവങ്ങൾ എൻ്റെ പ്രേക്ഷകരായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ അത്തരം കാഴ്ചകൾ കാണുന്നതിന് മുമ്പ് എൻ്റെ ഹാരിസ് അമീർ അലി എന്ന പേരിലുള്ള യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് അതൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കാരണം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമുക്കിനി കാഴ്ചകളിലേക്ക് പോകാം. അതായത് അറിയാൻ കഴിഞ്ഞത് തായ്ലൻഡിലെ സോളാർ ചിക്കൻ വളരെ ഫേമസ് ആണ്. അത് ഒരുപാട് നാളുകളായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണത്. പലപ്പോഴുള്ള യാത്രകളിൽ ആലോചിക്കുമെങ്കിലും അതിനുള്ള സമയം പലപ്പോഴും കിട്ടാറില്ല. അപ്പോൾ ഈ വിസിറ്റിൽ അതിനുള്ള സമയം കണ്ടെത്തി. കാരണം എൻ്റെ ഭക്ഷണ വീഡിയോകൾക്ക് പ്രേക്ഷകർ തരുന്ന വളരെ വലിയ സപ്പോർട്ടാണത്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ആ ഒരു ഉത്തരവാദിത്തം കൂടി കണക്കിലെടുത്ത് മാക്സിമം വ്യത്യസ്തങ്ങളുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം സ്ഥലങ്ങൾ തേടിപ്പിടിച്ചാണ് എത്തുന്നതും കാണുന്നതും കഴിക്കുന്നതും ഒക്കെ തന്നെ. അപ്പോൾ ഇതിക്ക് മുമ്പുള്ള എൻ്റെ എല്ലാ വീഡിയോസിലും നിങ്ങൾ തന്ന സപ്പോർട്ടിന് നന്ദി. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഷില എന്ന് പറയുന്ന ഒരു ചേട്ടൻ, അദ്ദേഹം നടത്തുന്ന ഈ സോളാർ എനർജി കൊണ്ട് ചെയ്യുന്ന ചിക്കൻ കുക്കിങ്ങും അതുകൊണ്ട് നടത്തുന്ന കടകളൊക്കെയാണത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മളുടെ ഷില ചേട്ടൻ്റെ സോളാർ സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. സോളാറിൽ ചിക്കൻ ചുടുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഞാനിപ്പോൾ ഇവിടെ 1 മണിയായപ്പോൾ നമ്മളിവിടെ എത്തിയത്. 1 മണിയായപ്പോഴും വളരെ ക്ലൗഡിയാണ് ഇവിടെ. അതിൻ്റെ പേരിൽ തന്നെ ആവശ്യത്തിന് പവർ സൺലൈറ്റ് ഇല്ല. അപ്പോൾ നമ്മളാദ്യം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അവിടുത്തെ നോക്കിയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ അവർ ഓൾറെഡി രാവിലത്തെ സെക്ഷന്, അതായത് രാവിലെ 8 മണിക്ക് തുടങ്ങും അവർ കുക്കിംഗ് അത്. അപ്പോൾ രാവിലത്തെ സെക്ഷനിൽ തന്നെ 10-50ഓളം ചിക്കനുകൾ ഓൾറെഡി അവർ ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ നമ്മൾ ഇന്നലെ തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഇവിടെ വരും എന്നൊക്കെ. അപ്പോൾ അത് പ്രകാരം അവർ എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരുന്നെങ്കിലും പക്ഷേ ഇതില്ല, ലൈറ്റ് ഇല്ല, അതായത് സൂര്യപ്രകാശം കാര്യമായിട്ടില്ല, മേഘാവൃതമാണത്. അപ്പോൾ മേഘാവൃതമായിട്ടുള്ള കണ്ടീഷനിൽ കുക്കിംഗ് സാധ്യമല്ല. നല്ല വെയിൽ വേണം. നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഗ്ലാസ്സുകളെല്ലാം പ്രത്യേക രീതിയിൽ അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണത്. അപ്പോൾ ഈ കുക്കിങ്ങിന് വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ഇത് ഈ കാണുന്നതെല്ലാം തന്നെ ഗ്ലാസ്സുകളാണ്. മറ്റേത് സാധാ മിറർ, നമ്മൾ മുഖം നോക്കുന്ന മിറർ ഉണ്ടല്ലോ, അത് തന്നെയാണത്. അതെല്ലാം ഓരോരോ ക്ലാമ്പുകളിൽ പിടിപ്പിച്ച് വെച്ചേക്കണത്. ക്ലാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റായിട്ടുള്ള ക്ലാമ്പ്, അത് എങ്ങോട്ട് വേണമെങ്കിൽ ഡയറക്ഷനിലേക്ക് തിരിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതെല്ലാം ഒരു കർവ്ഡ് ഷേപ്പിൽ വെച്ചിട്ട് ഈ സൂര്യപ്രകാശം ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് ചെയ്യണത് കൃത്യമായിട്ട്. ഇപ്പോൾ നമ്മൾക്കറിയാം, നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ ചെയ്തിട്ടുണ്ടാവും, ലെൻസ് വെച്ചിട്ട് സൂര്യപ്രകാശം ഒരു കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പേപ്പറൊക്കെ കത്തിപ്പോണത്. അത് തന്നെയാണ് സിസ്റ്റം. ഇവിടെ ലെൻസിന് പകരം കൊണ്ടുവന്നിട്ട് ഫുള്ള് ഗ്ലാസ്സിലുള്ള അടിച്ചിരിക്കുന്ന സൂര്യപ്രകാശം കൃത്യമായിട്ട് ഒരു പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഏരിയയിലേക്ക് കടത്തി വിടുന്നു. അപ്പോൾ ഒറ്റ ടൈം ഇവിടെ 6 ചിക്കനാണ് ചുട്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ചൂടില്ലാത്തതിൻ്റെ പേരിലാണ് ഇവിടെ നിൽക്കാൻ പറ്റണത്. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ഇവിടെ നിൽക്കണവർ തന്നെ വെന്ത് പോണ അവസ്ഥയാണ് അത്. കാരണം അതിൻ്റെ പേരിലാണ് ചെറിയൊരു മോട്ടർ ഇവിടെ വെച്ചിട്ടുണ്ടത്. ആ പവറിലാണ് ഇത് കറങ്ങുന്നത്. സത്യം പറഞ്ഞാൽ ചിക്കൻ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ഷന്, അതായത് ഇതിൻ്റെ ഡയറക്ഷൻ മാറ്റി വെച്ചതിന് ശേഷമായിരിക്കും ചിക്കൻ സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് ഒരു നിൽക്കാൻ പറ്റില്ല എന്നാണ് ആൾ പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഡയറക്ഷൻ മാറ്റണം. ഡയറക്ഷൻ മാറ്റാൻ പതുക്കെ തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ഏരിയയിലേക്ക് വരുന്ന ചിക്കൻ ഈ സൂര്യപ്രകാശം അടിച്ചിട്ടാണിത് ഇത് വേവണത്. 300 ബാത്ത് 350 ബാത്താണ് ചിക്കന് വില. വലിയ ചിക്കന് 350 ബാത്താണ് ചാർജ് ചെയ്യുന്നത്. ചെറിയ ചിക്കന് 300 ബാത്ത്. കമ്പാരിറ്റീവ്ലി തായ്ലൻഡിലെ വില അത് ഇത്തിരി എക്സ്പെൻസീവാണ്. പക്ഷെ ഇത് വളരെ വളരെ ടേസ്റ്റി ആണെന്നുള്ളതാണ് നമ്മൾ എല്ലാവരും പറഞ്ഞ് കേട്ടിരിക്കുന്നത്. കാരണം വേറൊരു കരിയോ മറ്റ് സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് കൃത്യമായിട്ട് ഇത് സൺലൈറ്റ് കടന്നു പോകുന്നതോടുകൂടിയിട്ട് അതിൻ്റെ മാംസവും അതിൻ്റെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളൊക്കെ വളരെ ടേസ്റ്റി ആയിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാലും ഞാൻ കഴിച്ചിട്ട് ഞാൻ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളാം. അത് മുമ്പ് ഇതിൻ്റെ ഡയറക്ഷനൊക്കെ പതുക്കെ മാറ്റുന്ന രീതി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ മാറ്റാന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇവിടത്ത് വെച്ചിട്ട് പ്രകാരം സെറ്റ് ചെയ്തിരിക്കുന്നതാണിത്. നമുക്കിത് പതുക്കെ തിരിച്ചാൽ മാത്രം മതി. അതിനകത്ത് ഉദാഹരണത്തിന് കണ്ട ഇങ്ങനെ പതുക്കെ തിരിച്ചു കഴിഞ്ഞാൽ ഈ ലൈറ്റ് വേറെ ഏരിയയിലേക്ക് മാറും. വേറെ ഏരിയയിലേക്ക് മാറിയാൽ മാത്രമാണ് ഒരാൾക്ക് അവിടെ വന്ന് നിന്നിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവിടെയുള്ള നമ്മളുടെ ദേഹത്ത് തന്നെ ഇതടിച്ച് നമ്മളുടെ ഡ്രസ്സും അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ശക്തമായിട്ട് പൊള്ളൽ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഡയറക്ഷൻ വെച്ചേക്കണത്. അത് പ്രകാരം ചിക്കനെല്ലാം അവിടെ സെറ്റ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് വലിച്ചിട്ട് ഈ ലൈറ്റ് കൃത്യമായിട്ടൊരു ഏരിയയിലേക്ക് പതിക്കുന്നത് കാണാൻ പറ്റും. ആ രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ ടെക്നോളജി അല്ലേ. ശീലച്ചേട്ടൻ
ഇവിടുത്തെ ഗവൺമെൻറ്റൊക്കെ പ്രത്യേകം ആദരിക്കുകയും വളരെ വലിയ ഇൻ്റർനാഷണൽ ഷോകളിലൊക്കെ ആൾ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു സാധാരണ മനുഷ്യൻ വന്നപ്പോൾ ജസ്റ്റ് പരിചയപ്പെട്ട്, അപ്പോൾ അത് പ്രകാരം ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ വീടിനടുത്തുള്ള സെക്ഷൻ നോക്കിയത് അപ്പോൾ പറ്റണില്ല. അപ്പോൾ ആൾ വന്നപ്പോൾ പിന്നെ നമുക്ക് കുറച്ചും കൂടെ ദൂരം പോയി നോക്കാം. ആളുടെ തന്നെ ഒരു ഇതിന് വേണ്ടി മാത്രമായിട്ട് നിർമ്മിച്ചേക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നമ്മളിപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ നല്ല ഗ്രാമത്തിലൂടെ, തായ്ലൻഡിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെ ഉള്ളൊരു യാത്ര. ശരിക്കും നമ്മുടെ കേരളത്തിലേതുപോലെ തന്നെയാണിത്. പശുക്കളും ചെറിയ അരുവികളും ഒക്കെ ആയിട്ടത് വളരെ മനോഹരമായിട്ടുള്ള ഇതാണിത്. യാദൃശ്യമായിട്ടൊരു മുതലയെ പോലെ ഒരു എന്തൊരു ജീവി റോട്ടിൽ കൂടി കടന്നു പോകുന്നുണ്ട്. അതും ഈ ഒരു പക്ഷേ വീഡിയോയിൽ ഞാൻ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഒരു പുതിയൊരു അറിവ് നിങ്ങളിലേക്ക് എത്തിച്ചു തരാൻ പറ്റിയെന്നുള്ളൊരു വിശ്വാസത്തിലാണ്. കാരണം ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ഇങ്ങനത്തെ ഒരു സംഭവം കുറച്ച് നാളായിട്ട് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയും നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ സാധിച്ചതിലുള്ളൊരു സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇതിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശിലച്ചേട്ടനൊന്ന് പരിചയപ്പെടാം. ช่วงนั้นผมทำงานอยู่ที่บ้านน่ะนี่มันติดถนนคิดขึ้นมาได้600 แผ่นมาย่างไก่มันก็ได้นะฮะมันก็สุกนี่มันไก่มันน้อย. അപ്പോൾ നമ്മുടെ ശിലാചേട്ടൻ പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവാൻ വഴിയില്ല തായ് ഭാഷയാണ്. ഇനി തായ് അറിയാവുന്നവർ കുറച്ച് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രകാരം ഇതിൻ്റെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അദ്ദേഹം ആദ്യം അവിടെ റോഡ് സൈഡിലൊരു ഷോപ്പായിരുന്നു അത്. അപ്പോൾ ആൾ അവിടെ ഇരിക്കുമ്പോഴും ഒക്കെ ബസ്സും ലോറിയൊക്കെ കടന്നു പോകുമ്പോൾ ഈ വണ്ടിയുടെ ഗ്ലാസ്സിൽ തട്ടിയിട്ട് ലൈറ്റ്, അതായത് മറ്റേ ഗ്ലാസ്സിൽ തട്ടിയിട്ടുള്ള സൂര്യപ്രകാശം സ്ഥിരമായിട്ട് അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ചൂട് തട്ടൊക്കെ ആൾക്ക് തോന്നി ഈ ചൂട് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ എങ്ങനെയാണെന്ന് ആലോചിച്ച്. അപ്പോൾ അത് പ്രകാരം ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മിററൊക്കെ സംഘടിപ്പിച്ചിട്ട് 100 മിററിൻ്റെ ചെറിയ പീസ് കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് ആളുണ്ടാക്കിയത് ഒരു ചെറിയൊരു ഓവൺ ഇതുപോലത്തെ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് മീനാണ് ചുട്ടത്. അപ്പോൾ മീനിൻ്റെ കാര്യം സക്സസ് ആയി. അതിനകത്ത് മീൻ സക്സസ് ആയി കഴിഞ്ഞപ്പോൾ ആൾക്ക് തോന്നി എന്നാൽ പിന്നെ ചിക്കൻ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഒരു 200ഓളം ഗ്ലാസ്സുകൾ വീണ്ടും കൂട്ടി വെച്ചിട്ട് അങ്ങനെ 300ഓളം ഗ്ലാസ് എടുത്തിട്ട് ആൾ ചിക്കൻ ചുട്ടു നോക്കി. അപ്പോൾ ചിക്കൻ ചുട്ട് നോക്കിയപ്പോൾ കുഴപ്പമില്ല. പിന്നെ അടുത്തുള്ളവർക്ക് കൊടുത്തപ്പോൾ എല്ലാവർക്കും ഭയങ്കര താല്പര്യമായത്. അപ്പോൾ അത് പ്രകാരം വീണ്ടും ആവശ്യക്കാർ കൂടി വന്ന് അങ്ങനെ 300 600 ഗ്ലാസ് ആക്കി. അങ്ങനെ കൂട്ടി ഇതിപ്പോൾ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ 1000 ഗ്ലാസ്സാണ്. 1000 ഗ്ലാസ്സുകൾ കൊണ്ടുള്ള ഒരു സെറ്റാണ് ഈ കാണുന്നത്. ഇതുകൊണ്ട് അറ്റ് എ ടൈം നോർമലി ഒരു 6 മുതൽ 12 ചിക്കൻ വരെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. 6 മുതൽ 12 ചിക്കൻ വരെ അറ്റ് എ ടൈം ചൂടാൻ പറ്റും. വളരെ രുചികരമായിട്ടാണ്, വളരെ ജനപ്രീതി കിട്ടിക്കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ഇവിടെ സെപ്പറേറ്റ് സ്ഥലം എടുത്ത ആൾ ഇതിനു വേണ്ടി മാത്രമായിട്ട് ഒരു സെറ്റ് ഉണ്ടാക്കി വലിയ ഓർഡറുകൾ അനുസരിച്ചിട്ട് ഇവിടെ തന്നെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഒരു 15 മുതൽ 20 മിനിറ്റ് കൊണ്ട് ചിക്കൻ നന്നായിട്ട് പാകമായിട്ടുണ്ടായിരിക്കും. നല്ല സ്മെല്ലും നല്ല എന്താ പറയുക, സ്മെല്ല് എടുത്തെടുത്ത് പറയാൻ കാരണം കൊണ്ട് നമ്മൾ ചാർക്കോളിലും മറ്റൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം സ്മെല്ല് വ്യത്യാസങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ ഇത് വ്യത്യസ്തമായിട്ട്, കാരണം വേറെ ഒന്നും ടച്ച് ആവണില്ല, വേറെ ഒന്നും കരിയുന്നില്ല. ഈ ചൂട് കടന്നു പോകുന്നതോടുകൂടിയിട്ട് അതിൻ്റെ ശരിക്കും അതിൻ്റെ സ്കിന്നും അതിൻ്റെ മാംസമൊക്കെ ശരിയായ രീതിയിൽ ചൂടിലൂടെ പോകുമ്പോൾ വരുന്ന ഭയങ്കര മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. വളരെ രുചിയൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ആൾ 22 വർഷത്തോളമായിട്ടുണ്ട് ശീലച്ചേട്ടന് ഈ ഒരിത് ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാവുന്നൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിലും ഒരുപാട് പേർക്ക് അത് സക്സസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മളുടെ സോളാർ ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ സോളാർ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടാണ് ബാങ്കോക്കിൽ നിന്ന് പേച്ചാപ്പുരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അറൗണ്ട് 2.5 മണിക്കൂറത്തെ യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. ഇവിടെ നമ്മൾ ശരിക്കും അതിശയപ്പെടുത്തി. ഞാൻ ഒരുപാട് യാത്രകൾ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും സോളാർ ചിക്കൻ എന്നുള്ളൊരു കൺസെപ്റ്റ് അത് കുറേ നാളുകളായിട്ട് ഇവിടെ വരണമെന്ന് വിചാരിച്ച് സമയം കിട്ടാറില്ല. അപ്പോൾ ഇത്തവണ നമ്മുടെ പ്രേക്ഷകരിലേക്ക് അത് എന്തെങ്കിലും എത്തിക്കണം എന്ന പ്രകാരമാണ് എത്തിയത്. ഈ ഒരു കാഴ്ച എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആരും ഇങ്ങനത്തെ ഇത് കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. കാണിച്ചാലില്ലെങ്കിലും നിങ്ങളെല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിതുപോലെ വ്യത്യസ്തമായിട്ടൊരു കാഴ്ച ചിക്കൻ മറ്റേ വൈക്കോലിട്ട് ചുട്ടുന്ന ചിക്കൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ആ വീഡിയോ ആദ്യം തന്നെ കാണുക. അപ്പോൾ പേച്ചാപ്പുരി സ്ഥലത്ത് വെച്ചിട്ട് ആദ്യമായിട്ട് നമ്മുടെ എൻ്റെ എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇതാ ഈ ചിക്കൻ കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ഓക്കെ, സൂപ്പർ. നിങ്ങൾ വിചാരിക്കും എല്ലാം കഴിച്ചിട്ട് സൂപ്പർ എന്നാണ്. ഇത് റിയലി സൂപ്പറാണ്. ആത്മാർത്ഥമുള്ള കമൻറ്റാണ്. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്രയും ഇതിപ്പോൾ വീഡിയോയിൽ എനിക്ക് എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയും എന്താ പറയുക, അതിൻ്റെ വേവും മസാലയും എല്ലാം
ഒരല്പം പോലും മാംസം ഒന്നും പിടിച്ചില്ല, അത്രയും പെർഫെക്റ്റ് വേവാണ്. സത്യം പറഞ്ഞാൽ എന്തൊക്കെ രീതിയിലല്ലേ നമുക്ക് ദൈവാനുഗ്രഹം തന്നെ പറയുന്നു 100%. കാരണം അല്ലാണ്ട് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണാനും വരാനും ഇത് ചെയ്യാനൊന്നും അറിയില്ലായിരുന്നു. വളരെ എൻ്റെ അടുത്ത് മുമ്പ് പറഞ്ഞിരുന്നു ഇങ്ങനെ സോളാർ ചിക്കൻ ഉണ്ട് തായ്ലൻഡിൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ. എൻ്റെ ഇത്രയും യാത്രയിലൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ പലരും എൻ്റെ അടുത്ത് പറഞ്ഞ് തായ്ലൻഡിലെ സോളാർ ചിക്കനെ പറ്റിയിട്ട്. പക്ഷെ അന്നൊന്നും എനിക്ക് അത്ര കണ്ട് താല്പര്യം തോന്നില്ല, സമയം കിട്ടിയിരുന്നില്ല. പക്ഷെ ഇപ്പം നമ്മുടെ ചാനലിൽ ഫുഡിന് പ്രത്യേകിച്ച് ഫുഡിനൊക്കെ നിങ്ങൾ തന്നെ സപ്പോർട്ട് കാണുമ്പോൾ എന്ത് ത്യാഗം സഹിച്ചിട്ടായാലും പുതുമയുള്ള കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം എപ്പോഴും ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പാമ്പിനെയും പുഴുവിനെയും അല്ലെങ്കിൽ എല്ലാത്തിനും തിന്നുന്നുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടതാണ് പാമ്പ്, തേള്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ. ഇനിയിപ്പോൾ പുഴുവിനെ തിന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതും പിന്നാലെ വരും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കഴിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ മലയാളികൾക്ക് ഇത് കഴിക്കാൻ പറ്റും, ഇംഗ്ലീഷുകാർക്ക് മാത്രമല്ല നമ്മൾക്കും സാധ്യമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുകളുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ലൈക്ക് ചെയ്യുക, വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ അത് പറഞ്ഞപ്പോൾ പപ്പായ സലാഡ് ഇവിടെ ഉണ്ട്. പപ്പായ സലാഡിൻ്റെ ടേസ്റ്റ് കൂടിയും പറയാം. കപ്പലണ്ടിയും പച്ചപ്പപ്പായും ക്യാരറ്റും ബീൻസും എല്ലാം കൂടി കൂടുമ്പോഴുള്ളൊരു ഇത് വെജിറ്റബിൾ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചിലർക്ക് ഇഷ്ടാവില്ല, കാരണം ഫിഷ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. എനിക്ക് സെറ്റായിട്ടുണ്ട്. ആദ്യമായിട്ട് കഴിക്കുന്നത് ഒരു പക്ഷേ ഈ ഫിഷ് ഓയിലിൻ്റെ രുചി ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഓക്കെ. അപ്പോൾ ഇനി ഇത് കഴിച്ചിട്ട് യാത്രൻ്റെ കൂടെ അവർ കഴിക്കാൻ തന്നത് സ്റ്റിക്കി റൈസാണ്. അതായത് ഇത് കണ്ട സ്റ്റിക്കി റൈസാണ്, നല്ല ഒട്ടിപ്പിടിക്കണ അരി. ഇതിനെ കൂടെ മാങ്ങ ചേർത്ത് കഴിക്കാം. എന്ത് കഴിച്ചാലും നല്ല രുചിയാണത്. സാധാ ചോറ് തന്നെ ഒരു ഭയങ്കര പശവശപ്പായിരിക്കും. ഇങ്ങനെ കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു രുചിയും പറയാനില്ല, നല്ല അരി തന്നെയാണ്. ഇതിൻ്റെ കൂടെ കൂടുമ്പോണ്ടല്ല പിന്നെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു. കൂടുതൽ യാത്രാ വിശേഷങ്ങളും ഭക്ഷണ വിശേഷങ്ങളും അടിപൊളി ലോക കാഴ്ചകളും വെറൈറ്റി ഫുഡുകളുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിലെത്തും. അതുവരെ എല്ലാവർക്കും സത്യം പറഞ്ഞാൽ ക്യാമറ ഓഫ് ആക്കാനും തോന്നണില്ല. ഇത് മുഴുവൻ തിരുന്ന് കാണിച്ചാലും എൻ്റെ ഉള്ളിലെ ആ ഒരു സന്തോഷം തീരൂല. പക്ഷെ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ തിന്നോട്ടെ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ